വോട്ടെടുപ്പ് കഴിഞ്ഞ് കൂട്ടലും കുഴിക്കലിലുമാണ് അപ്പോൾ മുന്നണി സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ തന്നെയും. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന നിരവധി മണ്ഡലങ്ങളുള്ള ഒരു ജില്ല തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി ശ്രീ V. മുരളീധരനൊപ്പമാണ്. എങ്ങനെ തോന്നുന്നു മുരളീച്ചേട്ടാ ഇത് കണ്ടപ്പോൾ? ഒരു ദിവസത്തെ അവസാന 23-24 ദിവസത്തെ പ്രചാരണം കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിനൊടുവിലാണ് എല്ലാം അവസാനിക്കുമ്പോൾ എന്ത് തോന്നുന്നു? കഴക്കൂട്ടത്ത് BJPക്കും NDAക്കും അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടാവും. ആ കാര്യത്തിലൊരു സംശയമില്ല. ഇതിനകത്ത് ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പ്രത്യേകിച്ച് ചില പ്രത്യേക മണ്ഡലങ്ങൾ ചുറ്റിപ്പറ്റി. കഴക്കൂട്ടത്ത് എങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ഒരു? കഴക്കൂട്ടത്ത് അങ്ങനെ ആരും ഒരു ഡീലും ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ശരത്ചന്ദ്ര പ്രസാദ് വളരെ ശക്തമായി തന്നെ ആരോപണമൊക്കെ അല്ല, അതിൽ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദ് പിന്നെ NDAയും CPMഉം തമ്മിൽ ഡീലുണ്ടാക്കി എന്ന് പറയുന്നത് ആർക്ക് അനുകൂലമായിട്ടാണ് ഡീല് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്ക് അനുകൂലമായിട്ടെന്നാണ് പറയുന്നത്? എന്താ ഡീലിൻ്റെ ആരോപണം? തന്നെ ആർക്ക് വോട്ട് കൊടുക്കും ഡീൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ? അല്ല, അങ്ങനെ വല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെ പൊതുവെ പുള്ളി പറഞ്ഞത് അവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. അന്തർധാര സമ്മതിച്ചു. അന്തർധാരയുടെ അർത്ഥം ഒരാൾ മറ്റേ ആൾ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നല്ലേ? CPM എന്നെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ? BJP കടകംപള്ളിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ? ഇതിലെന്താ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം പ്രധാനം ഉദ്ദേശിക്കുന്നത് കടകംപള്ളിയിലോട്ട് പോകുന്ന രീതിയിലാണ്. BJPക്കാർ മുഴുവൻ തന്നെ കടകംപള്ളിക്ക് വോട്ട് കൊടുക്കുന്നു. എന്നാലും BJP എന്നെ ചതിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്നൊരു ഡീലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അസംബന്ധങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതേ പറഞ്ഞ ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തിനു വിശദീകരിക്കണം? ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഈ ശബരിമല വിഷയം ഫാക്ടറായി മാറിയോ? അല്ല, അതാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതാരും ആക്കേണ്ട കാര്യമല്ല. ഞങ്ങളതൊരു വലിയ പ്രചരണത്തിൻ്റെ ആയുധമൊന്നായിട്ട് ഉപയോഗിച്ചതൊന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിലുള്ള അങ്ങേയറ്റത്തെ വേദന, അവരുടെ അമർഷം, അതവർ അവസരം കിട്ടുമ്പോൾ രേഖപ്പെടുത്തും. കാരണം ശബരിമലയിൽ ഈ യുവതീ പ്രവേശന വിഷയത്തിലുണ്ടായിരുന്ന സാഹചര്യം അതൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ ശ്രീകോവിലടക്കം കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം ജനങ്ങൾക്ക് വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സർക്കാർ കൂട്ടുനിന്നു എന്നുള്ളത്. അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഒരു മൗനസമ്മതമോ അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള പങ്കാളിത്തമോ എന്തൊക്കെയോ ഉണ്ടായി അതിൽ. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുമോ? മന്ത്രിയായിരുന്ന ഒരാൾക്ക് സാധാരണ നമ്മൾ ഈ ഒരു പറഞ്ഞു കേൾക്കുന്ന ഒരു രീതിയാണ്, ഒരു ആരോപണമാണ്. BJP ജയിക്കാൻ സാധ്യത ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെയും ആ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലൊരു ക്രോസ് വോട്ടിംഗ് ഒക്കെ നടക്കാനുള്ള സാധ്യത, അങ്ങനെ ഏതെങ്കിലും ഒരു സംശയമോ അത്തരത്തിൽ ആരോപണമോ ഇപ്പോൾ ഈ ദിവസം തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ കൗണ്ടിങ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഇതൊന്നും പരസ്യമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൗണ്ടിങ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ അപ്പുറത്ത് കൊടുത്തു ഇപ്പുറത്ത് കൊടുത്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതവർ പരസ്യമായിട്ട് പറയത്തോടത്തോളം കാലം നമുക്ക് കൗണ്ടിങ് വരെ കാത്തിരുന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരാരെങ്കിലും പരസ്യമായിട്ട് പറയണം ഞങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ന ആൾക്കാർ ജയിപ്പിച്ചു. അങ്ങനെ ഇന്നത്തെ പത്രത്തിൽ അവകാശവാദങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ന് പകലോ നാളെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് അന്നത്തെ തലവെക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ BJP മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ ഒരു തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും? പാറ്റേൺ മാറും? അതേ പാറ്റേൺ തന്നെ ആയിരിക്കും? അല്ല, പാറ്റേണൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിൽ വേറെ വേറെയല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണ്, കോർപ്പറേഷൻ വേറെയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്ത്, BJP 1ാം സ്ഥാനത്താണ്. ഇവിടെ അത് വരുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ BJP 1ാം സ്ഥാനത്ത് വരുമ്പോൾ 2ാം സ്ഥാനം സ്വാഭാവികമായും LDF ആയിരിക്കും. കോൺഗ്രസ് വരില്ലല്ലോ. കോൺഗ്രസ് 3ാം സ്ഥാനത്തേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. ശരിക്കും ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടന്നിരുന്നു കഴക്കൂട്ടത്തിൽ? അല്ല,
ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയെങ്കിലും കോൺഗ്രസ് കൃത്യമായിട്ടുള്ള 3-ാം സ്ഥാനത്തേ ഉള്ളൂ. കോൺഗ്രസ് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടില്ല. കാരണം അവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2016 അവർ 3-ാം സ്ഥാനത്തായിരുന്നു, 21 3-ാം സ്ഥാനത്തായിരുന്നു, ഈ തവണയും 3-ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. അതിൽ മാറ്റമൊന്നും വരില്ല. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിലെ ഒരു മുതിർന്ന തിരുവനന്തപുരത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു പഴയകാല ഫേസാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കളത്തിൽ ഇറക്കിയെന്ന് പറഞ്ഞാൽ എന്നിട്ടും പോലും ഒരു സൈലൻ്റായി നിശബ്ദത പാലിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റെന്തെങ്കിലും അർത്ഥങ്ങൾ കാണേണ്ടതുണ്ട്? അല്ല, നിശബ്ദത പാലിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ്സിന് ജനങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. കോൺഗ്രസ്സിന് കേരളത്തിൽ UDF വരുന്നു, കാരണം ഒരു ഓൾട്ടർനേറ്റീവ് വേറെ ഇല്ലാത്തത് കൊണ്ട് അവർ വരുന്നു. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഉള്ള സ്ഥലങ്ങളിലൊന്നും അവർ വരില്ല. ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അതുകൊണ്ട് വരില്ല. തിരുവനന്തപുരത്ത് ജില്ലയിൽ എത്രയാണ് BJP പ്രതീക്ഷിക്കുന്നത്? അത് കണക്ക് BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിക്കേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ മണ്ഡലമല്ലേ നോക്കിയത്. അദ്ദേഹം 4 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ജില്ലയിൽ 4 മണ്ഡലങ്ങളിൽ ഉറപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇല്ലെന്ന് പറയാനൊക്കെ പറ്റില്ലല്ലോ. അതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഞാൻ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ പാർട്ടിയുടെ വിലയിരുത്തൽ ഞാൻ വഴിയിൽ ഒപ്പിടും. ഈ 4 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അട്രാക്റ്റീവായ ഒരു 4 മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളിൽ അപ്പോൾ അത്ര കണ്ടൊരു മത്സരമൊന്നും ഇല്ല. ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് കരമന ജയനല്ലേ, അദ്ദേഹത്തിന് 4 മണ്ഡലമേ ഉള്ളൂ. ആ 4 മണ്ഡലം ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരു ജില്ലാ പ്രസിഡന്റ് അല്ല, താങ്കൾ ദേശീയ നേതാവാണ്. അപ്പോൾ അത് സംബന്ധിച്ച് കേരളത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് തലസ്ഥാന ജില്ലയാണ്. അപ്പോൾ അവിടെ താങ്കൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ദേശീയ നേതാവാണ്, അതൊരു പുതിയ അറിവാണ്. രണ്ടാമത്തെ കാര്യം, പാർട്ടിയാണ് വിലയിരുത്തുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് വിലയിരുത്താനുള്ള സംവിധാനമൊന്നുമില്ലല്ലോ. അപ്പോൾ പാർട്ടി വിലയിരുത്തിയിട്ട് എന്താണോ പറയുന്നത് അതാണ് വിലയിരുത്തൽ, പാർട്ടിയുടെ വിലയിരുത്തൽ. ഇൻഡിവിജ്വൽ വിലയിരുത്തലുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഒരു ഡിസൈഡിങ് ഫാക്ടറായി NDA ഇത്തവണ വരുമെന്നാണ്. അപ്പോൾ അതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട്? സംസ്ഥാന പ്രസിഡന്റിനോട് ഞാൻ വിയോജിക്കുന്നു എന്നാണ് പറയേണ്ടത്. അല്ല, അത്രത്തോളം ഡിസൈഡിങ് ഫാക്ടർ എന്ന രീതിയിൽ അത്രത്തോളം ഒരു ശേഖരണം. പ്രസിഡന്റ് പറയുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ. സംസ്ഥാന പ്രസിഡന്റ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയില്ലല്ലോ. അപ്പോൾ അതാണ് വിലയിരുത്തൽ പാർട്ടിയുടെ. ഒരു തൂക്കുസഭയായിരിക്കും ഇത്തവണ വരുന്നത് അല്ല, എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ഒരു വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായിട്ട് ഒരാൾക്ക് 140 മണ്ഡലം എങ്ങനെ വിലയിരുത്താൻ പറ്റും? അങ്ങനെ വിലയിരുത്തണമെങ്കിൽ എനിക്ക് പാർട്ടിക്കുള്ളതുപോലെ തന്നെയുള്ളൊരു സംവിധാനം എനിക്കുണ്ടാവണം. അതൊന്നും അങ്ങനെ എനിക്കില്ലല്ലോ. ഞാൻ ഈ മണ്ഡലത്തിൻ്റെ കാര്യം എനിക്ക് പറയാം. ബാക്കിയുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്താണോ പറയുന്നത് അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പാർട്ടി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം എനിക്കില്ല. എന്തായാലും ഒരു തൂക്കസഭ വരുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. ഡിസൈഡിങ് ഫാക്ടറായി NDA മാറുമെന്നും BJP കണക്ക് കൂട്ടുന്നു. ഒരു വലിയൊരു ആത്മവിശ്വാസമൊക്കെയാണ്. അപ്പോൾ ഈ ഭരണത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത് LDF ആയിരിക്കും, UDF ആയിരിക്കും? അല്ല, അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം പാർട്ടിയുടെ മീറ്റിംഗൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് മീറ്റിംഗ് നടക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. പ്രസിഡൻറ്റിന് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. തൂക്കുസഭ എന്ന് അദ്ദേഹം പറയുമ്പോൾ ആരാണ് മുന്നിൽ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചോദിക്കായിരുന്നു അപ്പോൾ ആരാ മുന്നിൽ വരിക എന്ന്. കൃത്യമായി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തലാണ് ചോദിക്കുന്നത്. എനിക്ക് ഇൻഡിവിജ്വൽ വിലയിരുത്തലൊന്നുമില്ല. ഇതിൽ വിലയിരുത്തൽ നടത്തേണ്ട സാധിക്കില്ല. ഒന്ന് അങ്ങനെ 140 മണ്ഡലത്തിൽ എവിടെയാണ് എന്താണ് പഞ്ചായത്ത് തോറും നമുക്ക് അങ്ങനെ പാർട്ടിയുടെ സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന വിവരം അത് പ്രസിഡന്റ് പറയും. ആ പറയുന്നത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. ഈ നേമം, വട്ടിയൂർക്കാവ്, ട്രിവാൻഡ്രം, സെൻട്രൽ, കിഴക്കൂട്ടം എല്ലാവരും ശ്രദ്ധിക്കുന്ന മണ്ഡലമാണ് ജില്ലയിൽ. അപ്പോൾ ഇവിടെയൊക്കെ BJP വലിയ രീതിയിൽ പ്രതീക്ഷയാണ് 1-ാം സ്ഥാനത്ത് വരുമെന്ന് പറയുമ്പോൾ ഈ 2-ാം സ്ഥാനത്ത് ഈ ഇത്തരം മണ്ഡലങ്ങളിലേക്ക്, അതായത് BJP കൃത്യമായ ഒരു ടൈറ്റ് ഫൈറ്റ് നടത്തുന്ന മണ്ഡലങ്ങളൊക്കെ 2-ാം സ്ഥാനത്ത് എവിടെ ആരായിരിക്കും? അല്ല, അതിൽ കഴക്കൂട്ടത്ത് 2-ാം സ്ഥാനത്ത് CPM ആയിരിക്കും. ബാക്കിയുള്ള മണ്ഡലങ്ങൾ ജില്ലാ പ്രസിഡന്റിന് അറിയാമായിരിക്കും. ഞാൻ അന്വേഷിച്ചിട്ടില്ല ആരാണ് 2-ാം സ്ഥാനത്ത് വരുന്നത്. 2-ാം സ്ഥാനത്ത് വരുന്നത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. 1-ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ 2-ാം സ്ഥാനത്ത് ആര് വന്നാലും നമുക്ക് വിരോധമില്ല. താങ്കളിപ്പോഴുള്ളൊരു നേതാവ് ഒരിക്കലും താങ്കളുടെ മണ്ഡലത്തിൽ മാത്രം ചുറ്റിപ്പറ്റി പറയുന്നത് എത്രത്തോളം ശരിയാകും? താങ്കളൊരു NDAയുടെ കേരളത്തിലൊരു വളർച്ചയെ മൊത്തത്തിൽ അനലൈസ് ചെയ്യേണ്ട ഒരു നേതാവല്ലേ? എന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെയുള്ളൊരു ബോധവൽക്കരണം നടത്തുന്നതിൽ സന്തോഷം. ഞാൻ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഞാൻ കുറേ കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. നിലവിൽ ഇപ്പോൾ BJPക്ക് തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വലിയൊരു ഓരോ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത് കേരളത്തിലെ വോട്ട് ശതമാനം
വോട്ടിംഗ് പെർസെൻറ്റേജ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ എത്രത്തോളം ഒരു കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്? കൂടും, എന്തായാലും കാര്യമായിട്ട് കൂടും. കാരണം BJP ഡിസൈഡിങ് ഫാക്ടർ ആവുക എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പെർസെൻറ്റ് കൂടാതെ ആവില്ലല്ലോ. അപ്പോൾ അതെന്തായാലും കൂടും. എത്രയാവും കണക്ക് നോക്കിയിട്ട് പറയാം. ഇനി അടുത്ത് എപ്പോഴാണ് BJPയുടെ യോഗം ചേരുന്നത്? അതിപ്പോൾ അന്വേഷിക്കാം. ഇതുവരെ വിവരമൊന്നും വന്നിട്ടില്ലല്ലോ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉറക്കം എഴുന്നേറ്റ് ഊണൊക്കെ കഴിച്ച് നടപടിക്രമം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു NDA യോഗമായിരിക്കും, BJPയുടെ ഏതെങ്കിലും ഒരു കോർ കമ്മിറ്റി അത്തരത്തിലുള്ള തീരുമാനം? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇതൊക്കെ പ്രസിഡന്റിൻ്റെ ആലോചനയിൽ വരേണ്ട കാര്യങ്ങളാണ്. അതൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ കഴക്കൂട്ടത്ത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം വന്നുപോയി, അമിത്ഷാ ആയാലും വന്നുപോയി. അതിനപ്പുറത്തേക്ക് കഴക്കൂട്ടം മണ്ഡലങ്ങളിലൊന്നും വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് വലിയ രീതിയിൽ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈലൻ്റായി വലിയ രീതിയിലൊരു സൈലൻസ് കോഡ് വർക്ക് അവിടെ നടക്കുന്നു. അതായത് ഏറ്റവും അധികം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്ന മണ്ഡലമാണ് ഈ കഴക്കൂട്ടമായാലും മഞ്ചേശ്വരമായാലും എന്ന രീതിയിൽ ചർച്ചകളൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. ഞാൻ അങ്ങനെ ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടില്ല. പ്രധാനമന്ത്രി വന്നതിന് അർത്ഥം എന്താ, വരാത്തതിന് അർത്ഥം എന്താ, അതൊക്കെ നിങ്ങൾ വിലയിരുത്തുക. നമുക്ക് അവസാനം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതി. പ്രധാനമന്ത്രി വന്നതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചാലും വരാത്തതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചാലും ഒന്നുമില്ല. ഇനി എന്തായാലും കഴക്കൂട്ടം മണ്ഡലത്തിൽ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീ വി മുരളീധരൻ. രണ്ടാം സ്ഥാനത്ത് LDF വരുന്നു. അതായത് LDFും BJPയും തമ്മിലായിരുന്നു നേർക്കുനേർ ഒരു പോരാട്ടമെന്ന് തന്നെയാണ് വി മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഡിസൈഡിംഗ് ഫാക്ടറായി ഇത്തവണ മെയ് 4 റിസൾട്ട് വരുമ്പോൾ BJP കേരളത്തിൽ ഉണ്ടാകുമെന്ന് 100% ഉറപ്പിക്കുക കൂടി ചെയ്യുകയാണ് BJP ഘടകം. വിഷ്ണുവിനൊപ്പം അൻഫ്രി ഡിസൂസ.